നമസ്കാരം എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെജിറ്റബിൾ ബിരിയാണി അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെ ഒന്ന് പ്രഷർ കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സത്തൻ മെനു കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ വലിയ കഷ്ണങ്ങളായിട്ടുള്ള പീസസാണ്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ഞാനിവിടെ 1/2 കപ്പ് തൈര് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യാതെ ഈ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അത് ചിക്കൻ അതിലിങ്ങനെ വെളുത്തിരിക്കും. അതേപോലെ തന്നെ മസാലകൾ ഉള്ളിലേക്ക് അങ്ങ് പിടിക്കില്ല. അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അഥവാ വെളുത്തിരിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ബിരിയാണിയിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മണിക്കൂർ ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇരിക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് മസാല പിടിക്കും നമ്മുടെ കോഴിയിലേക്ക്. സോ അതുകൊണ്ട് നിങ്ങളുടെ സമയം പോലെ നിങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം മാത്രമേ കുതിർക്കാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അരിയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് വെള്ളം മാറ്റണം. വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ നേരം കുതിർത്ത് വെക്കരുത്. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ ഉടനെ മാറ്റി വെക്കാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളത് യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ബസ്മതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് കൂടെ ചേർക്കാം. പക്ഷേ അതിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ ബസ്മതി റൈസിൻ്റെയാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ റൈസ് നമുക്കങ്ങനെ കുതിർത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലാണല്ലോ. അപ്പോൾ നമ്മൾ കുക്കർ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും നെയ്യിൽ തന്നെ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പകുതി നെയ്യ് പകുതി എണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3 ഏലക്കായ, ഏകദേശം ഒരു 3 ഗ്രാമ്പു, പിന്നെ വേണ്ടത് പട്ടയാണ്. പട്ട ഏകദേശം 1 ഇഞ്ച് കനത്തിലുള്ള പട്ട ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു തക്കോലമാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ബിരിയാണി ഇല, അതായത് ബേ ലീഫ്, അതും ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് നമ്മൾ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പീസിലും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 ടീസ്പൂൺ എടുത്തോളൂ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 3ഉം ഓരോരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. ഇപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പം ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവോള കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സവോള ആഡ് ചെയ്യരുത്, നമുക്കൊരു മധുരം ഉണ്ടാവും നമ്മളുടെ ബിരിയാണിക്ക്. അപ്പോൾ അതുകൊണ്ട് 3 ചെറിയ സൈസുള്ള, അതായത് ഞാൻ വലിപ്പമുള്ള സവോളയല്ല ചേർത്തിരിക്കുന്നത്, ഏകദേശം ഒരു ഇടത്തരം വലിപ്പമുള്ള സവോളയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവോളയൊക്കെ വഴണ്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ അല്ലെങ്കിൽ നെയ്യ് മതിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റെടുക്കാം. അപ്പോൾ ഇതാ സവോളയൊക്കെ നമ്മൾ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുറച്ച് പൊടികൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് തക്കാളി ആഡ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ പൊടികൾ നമ്മൾ വഴറ്റുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാനും ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതാ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഉടയുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി അതുപോലെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ചിട്ട് അത് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം മസാല നമ്മൾ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ അതാ നമ്മളെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയുടെ കൂടെ ഈ ചിക്കൻ പീസസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചിക്കനിൽ നമ്മളിനി വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം പുറത്ത് വന്നോളും നമ്മൾ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. പ്രഷർ കുക്കറിൻ്റെ അല്ല, സാധാരണ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതാ ഞാനൊരു മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ അങ്ങ് പുറത്ത് വന്നോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെക്ക് ചെയ്യുക, അടി പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ, അതായത് ഒരു ചിക്കൻ ഒരു പകുതി വേവാവുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിക്കനിലുള്ള വെള്ളം തന്നെയാണത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വെള്ളം മുഴുവനും അങ്ങ് വറ്റിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ചെയ്തിട്ട് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല, ഞാനിതിലൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ അതിന് മുമ്പേ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. ഇത് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അതായത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പുതിനയിലയും മല്ലിയിലയും അപ്പോൾ ഒരു പിടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ബിരിയാണിയിൽ പുതിന ചെറിയൊരളവിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോഴായിരിക്കും ആ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാണല്ലോ, അരി നന്നായിട്ട് കഴുകി വെച്ച അരിയാണ്. കഴുകിയിട്ടാണ് ഞാനത് സോക്ക് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സോക്ക് ചെയ്തതിന് ശേഷമാണ് അരി കഴുകാൻ പോകുന്നതെങ്കിൽ അരി മുഴുവനും പൊട്ടിപ്പോവും.
അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ആകെ കുഴഞ്ഞൊരു പരുവായിരിക്കും നമുക്ക് ബിരിയാണി കിട്ടുക. അപ്പോൾ നമ്മൾ നല്ല വിടർന്നിട്ടുള്ള അരി നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അരി പൊടിഞ്ഞു പോവാതെ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന, അതായത് അരമണിക്കൂർ കുതിർത്തിട്ട് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അരി പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ അരി വഴറ്റുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു അരി കൂടെ ഒന്ന് ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അരിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ലാസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ബസ്മതി റൈസിൻ്റെ കണക്കാണ്. 3 കപ്പ് വെള്ളമാണ്. ചിക്കനും കൂടെ ചേർത്തിട്ടാണ് 3 കപ്പ് വെള്ളം. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരിയും ചിക്കനും ഒക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് ഈ അരി ഒന്ന് പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ സവോള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസാണല്ലോ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിക്കുക. എന്നിട്ട് അതുപോലെ പ്രഷറൊന്ന് റിലീസ് ചെയ്യാതെ അതുപോലെ വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അതുവരെ നിങ്ങൾ മാനുവലി പ്രഷർ റിലീസ് ചെയ്യരുത്. അപ്പോൾ അത് അവിടെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങ് വെക്കുക. പിന്നെ ഇത് ബസ്മതി റൈസിൻ്റെ കണക്കാണ്. അപ്പോൾ നിങ്ങൾ ജീരകശാല റൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെയും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിസിലിട്ടു, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മളുടെ ബിരിയാണി മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ട് മുഴുവനും പ്രഷർ റിലീസ് ആയതിനു ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ റൈസൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് അതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ബിരിയാണി നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സവോളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇതിന് മുകളിലൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്ക് ഇടാൻ തോന്നുന്നില്ല, കാരണം ഈ മസാലയൊക്കെ ഇതിൽ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും satanmenu2017@gmail.com എന്നുള്ള മെയിൽ ID-യിലേക്ക് അയച്ചു തരാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വീഡിയോകളുമായിട്ട് വരാം. താങ്ക് യു.